കണ്ണിവയൽ ഗവൺമെന്റ് ടിടിഐയിലെ അധ്യാപക വിദ്യാർത്ഥികൾ പഠനയാത്ര സംഘടിപ്പിച്ചു. This news is brought to you by RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. കണ്ണിവയൽ ഗവൺമെന്റ് ടിടിഐയിലെ അധ്യാപക വിദ്യാർത്ഥികൾ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലുള്ള ചരിത്ര സ്മാരക കേന്ദ്രങ്ങളിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. ചീമേനി പോത്താങ്കണ്ടത്ത് സ്ഥിതി ചെയ്യുന്ന ചെങ്കല്ലറയും അരിയിട്ടപ്പാറയിലെ പാറാചിത്രങ്ങളും സംഘം സന്ദർശിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി രതീഷ്, സോജിൻ ജോർജ് KM, സിന്ധു VN, സുപ്രിയ K, രമ്യ N, അനഘ VP എന്നീ അധ്യാപകർ നേതൃത്വം നൽകി. നെഹ്റു കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ കോറോത്ത് കാസർഗോഡ് ജില്ലയിലെ പുരാതന മെഗാലിഥിക് സ്മാരകങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്ര സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായ ക്ലാസ് എടുത്തു. പഠനയാത്ര വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക ചരിത്ര പൈതൃകത്തെ അടുത്തറിയാൻ സഹായകരമായി. മുനിമാര് താമസിക്കാൻ വേണ്ടി ഗുഹയുണ്ടാക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും മുനിമാർക്ക് വേണ്ടി ഉണ്ടാക്കിയാണെന്ന് പറയും, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് മുനിയറ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ബംഗളത്തിൽ യക്തേശ്വരി ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടെ അമ്പലം നേരെയാക്കുന്ന സമയത്ത് ഇതുവരെ സ്മാരകം കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു പൂജാരി താമസിച്ച സ്ഥലമാണെന്ന്. ഡെയിലി വിളക്ക് കത്തിച്ച് വെക്കും അവിടെ. എല്ലാ ദിവസം വൈകുന്നേരം സന്ധ്യാദീപം കത്തിച്ച് വെക്കും. അപ്പോൾ അവരുടെ ചിന്താഗതിയിൽ അത് അവിടെ പുരോഹിതൻ താമസിച്ച ഒരു അറയാണ്. നടുവിൽ അമ്പലത്തിന് മുമ്പിൽ അതുപോലെ തന്നെയുണ്ട്. അവിടെ ഇതുപോലെ തന്നെ കൊത്തി വെച്ചിട്ട് അവിടെ എല്ലാം കൊണ്ട് ഒരു കാണിക്ക സമർപ്പിക്കും. അങ്ങനത്തെ വിചിത്രമായ രീതി നടുവിൽ അമ്പലത്തിനടുത്തൊരു ഗുഹയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് മുനിയറ എന്ന പേര് ഞാൻ പറഞ്ഞില്ല നേരത്തെ. സാമിക്കുണ്ട്, മുനിയറ, മുതലപ്പെട്ടി, മുതലിനെ അടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെട്ടി എന്ന് പറയാറുണ്ട് ചില ആൾക്കാർ. അതുപോലെ ഈ പായത്തെല്ലാം കൽപ്പത്തായ എന്ന് പറയല്. മുമ്പ് ഇത് പത്തായമായിട്ട് ഉപയോഗിച്ചാണ്, അതിന് മുകളിൽ തടപ്പതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പത്തായമായിട്ട് ഉപയോഗിച്ചിരുന്നതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് കൽപ്പത്തായം എന്ന പേര് വരുന്നത്. അതുപോലെ തന്നെ പിരങ്കി ഗുഹ എന്ന് പറയും, പാണ്ഡവ ഗുഹ എന്ന് പറയും, പിരങ്കി വെക്കാൻ വേണ്ടി ഉപയോഗിച്ചാണെന്ന് പറയും, പാണ്ഡവർ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയും. ഇതിനെപ്പറ്റി കുറേയധികം അഭിപ്രായങ്ങളുണ്ട്. നിധിക്കുഴി എന്ന് പറയും, നിധി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയാന്ന് പറയും. അപ്പോൾ ശരിക്കും എന്തിനാണ് ഉണ്ടാക്കിയത്? ശവം സംസ്കരിക്കാനല്ല. ശവസംസ്കാരം കഴിയുമ്പോൾ അതിൻ്റെ ബറിയലിൻ്റെ ഭാഗമായിട്ട് ഭസ്മലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിവിടെ പലയിടത്തും ഓപ്പണാക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ഭരണികളുണ്ടാവും. പല രൂപത്തിലുള്ള ഭരണികളുണ്ടാവും. പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, 3 കാലില്ല 3 ലെഗഡ് ജാർസ് ഉണ്ടാവും. അപ്പോൾ അതിലെല്ലാം നോക്കുമ്പോൾ വലിയ ഭരണിയിൽ നോക്കുമ്പോൾ നിറയെ ഭസ്മം ഉണ്ടാവും. ഭസ്മം മാത്രമല്ല സ്കൾസും ഉണ്ടാവും. കാരണം മുമ്പെല്ലാം ഈ ദഹിപ്പിക്കുമ്പോൾ മൊത്തം ദഹിപ്പിച്ച് വെക്കാൻ വേണ്ടി വിടില്ല. സ്കൾസ് കുറച്ച് ബാക്കിയാവും. കത്തിപ്പോയ സ്കൾസ് ഉണ്ടാവും. ഈ അടുത്ത് മണിമൂലയിൽ കിട്ടിയത് കുറേ സ്കൾസാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ആൾക്കാർ വിചാരിച്ച് അടുത്ത് കൊന്നതാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് അവർ പോലീസിനെ കാവലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൾസ് ഭസ്മങ്ങളെല്ലാം അവിടെ നിന്ന് ലഭിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത്ര കൊല്ലമായിട്ട് അതിന് കിടക്കുന്നത്? ഒരു ഡെഡ് ബോഡി മണ്ണിലേക്ക് ഇട്ട് അത്ര കൊല്ലം നിൽക്കും. ഡെഡ് ബോഡി മണ്ണിലേക്ക് ഇട്ട് അത്ര കൊല്ലം നിൽക്കും. 100 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് സ്കൾസടക്കം പൊടിയായിട്ട് 2000 കൊല്ലം നിൽക്കില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ടൈറ്റായൊരു വായു കിടക്കാത്ത അറയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കവാടം കണ്ടില്ലേ? കവാടത്തിനൊരു കല്ല് അടപ്പുണ്ടാവും. ഇതിന് അടപ്പ് കാണുന്നില്ല. എല്ലായിടത്തും ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ കവാടം ഉണ്ടാകാറുള്ളത്. അതേസമയം ഇവിടെ തൂങ്ങലെന്ന സ്ഥലമുണ്ട്, ചുള്ളിക്കര. അവിടെയുള്ളത് കരിങ്കല്ലിൻ്റെ കവാടമാണ്. ബാക്കി എല്ലായിടത്തും ഈ ചെങ്കലറക്ക് ലാറ്ററൈറ്റ്സിൻ്റെ കവാടം ഉണ്ടാവുക. കവാടത്തിൽ ഇതുപോലെ ഇങ്ങനെ ഗ്രിപ്പ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും അവിടെ ശരിക്കും എയർ ടൈറ്റായിട്ട് നിൽക്കും. ഉള്ളിലേക്ക് എയർ പോലും കടക്കില്ല. അപ്പോൾ അതാണിത്. പലപ്പോഴും നമ്മളിതിനെപ്പറ്റി പഠിക്കുമ്പോൾ ലഭിക്കുന്ന കാലഘട്ടം തെറ്റാണ്. 1500, 2000 കിട്ടിയ കൊല്ലുണ്ട്. ചിലപ്പോൾ സ്കള്ള് കിട്ടും. സ്കള്ള് കിട്ടിയപ്പോൾ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ സ്കള്ള് നായിനെ കൊന്നു ഇട്ടയക്കും. അപ്പോൾ ആൾക്കാർ പല പറയും ഇത്ര കൊല്ലം പഴക്കമുള്ളൂ എന്ന് പറയും. ശരിക്കും അങ്ങനെയല്ല. ഏതെങ്കിലും കാലത്ത് ആൾക്കാർ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ നായിനെല്ലാം കൊണ്ടുപോയിട്ട് കൊന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ Gold ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.